സിഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡെക്കറേഷൻ ടൈപ്പ് റെഡി ടു കിറ്റാണ്. ഡെക്കറേഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ അഡാറ് ഡെക്കറേഷനാണ്, നല്ല ലുക്കുള്ള മോഡലാണ്. ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡെക്കറേഷൻ കണ്ടില്ലേ, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫും ബ്ലേഡ് കണ്ടോ, നല്ല ഡെക്കറേഷൻ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞുതരാം. ഇത് അലുമിനിയം ബോഡിയിലാണ്. 1 ഇയർ വാറണ്ടി ഉണ്ടാവും. റെഡി ടു കിറ്റ് ആകുമ്പോൾ ഫാനോടെ ആകുമ്പോൾ 2 ഇയർ വാറണ്ടി, അൺലിമിറ്റഡ് പെയ്ഡ് സർവീസും കിട്ടും. അതുപോലെ തന്നെ കൺവേർഷൻ കിറ്റായിട്ടോ അല്ലെങ്കിൽ റെഡി ടു കിറ്റോ ചെയ്യുമ്പോൾ 1 ഇയർ വാറണ്ടിക്ക് പുറമെ കൺവേർഷൻ കിറ്റിന് 1 ഇയർ വാറണ്ടി ഉള്ളത് ഈ ബോർഡിൽ വരുന്നതിന് നമ്മളിപ്പോൾ 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനും റെഡി ടു കിറ്റിലും ഇതുപോലെ തന്നെയാണ്. റെഡി ടു കിറ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാനും പറ്റും. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. അത് ജസ്റ്റ് മാഗ്നറ്റ് പ്രസ് ചെയ്യുക, കോയിൽ വെക്കുക, പ്രസ് ചെയ്യുക, കഴിഞ്ഞു. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫാന് നിങ്ങൾക്ക് തന്നെ പാർട്സ് വാങ്ങിയിട്ട് ഉപയോഗിക്കാം. എല്ലാ സാധനവും ഉണ്ടാവും. കനോപ്പിയും അതുപോലെ തന്നെ സ്ക്രൂ കാര്യങ്ങൾ, വാഷർ, റിമോട്ട്, അതേപോലെ പിന്നെ റാഡ്, ഷേക്സ്, ഇങ്ങനെയുള്ള പല എല്ലാ സാധനങ്ങളും, അതായത് ഒരു പുതിയ ഫാന് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണ എല്ലാ ആക്സസറീസും റെഡി ടു കിറ്റിൽ ഉണ്ടാവും. നമ്മൾ പുതിയൊരു ഫാൻ ഉണ്ടാക്കി വീട്ടിൽ ഉപയോഗിക്കണ പോലെയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2700 രൂപയാണ് വരുന്നത്. ഇത് ഡെക്കറേഷനുള്ള ടോപ്പ് മോഡലാണ്. ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റെഡി ടു ഫാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതതിൻ്റെ റെഡി ടു കിറ്റാണ്. നമുക്ക് ഈ ട്രേയിൽ ഇതെങ്ങനെയാണ് പിന്നെ ഫിറ്റ് ചെയ്യണതെന്ന് നോക്കാം. നമ്മൾ സാധാരണത്തെ പിന്നെ കൺവേർഷൻ കിറ്റിൻ്റെ ഈ ട്രേ എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ്. പിന്നെ വേറൊരു മോഡൽ ട്രേ ഉണ്ടായിരുന്നു നമ്മൾ സിംഗിൾ ബോർഡ് വെക്കണത്. അതും ജസ്റ്റ് ഇങ്ങനെ ഹോൾസിൽ ഇറക്കിയതിന് ശേഷം സ്ക്രൂ ചെയ്യണ തന്നെയാണ്. ഇതിനും അതുപോലെ തന്നെയാണ്. ഇതിപ്പോൾ ഈ ബോർഡ് ഇതിനകത്തേക്ക് ഇറക്കിയതിന് ശേഷം ഈ ട്രേയിൽ ഇവിടെ ഒരു കട്ടിങ് കാണാം. ഈ കട്ടിങ്ങിലൂടെയാണ് നമ്മൾ ഈ ഒരു കോയിലിൻ്റെ വയർ എടുക്കേണ്ടത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാനൊക്കെ വളരെ സുഖമാണ്, എളുപ്പമാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കട്ടിങ് ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് ഈ കട്ടിങ്ങിലൂടെയാണ് നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ളൂ. ഇത് 24 വോൾട്ടും 12 വോൾട്ടും അവൈലബിൾ ആണ്. കസ്റ്റമർക്ക് പറയാം 24 ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം, 2 രീതിയിലും തരാൻ പറ്റും. പിന്നെ ഇതിന് ഇവിടെ ഒരു ഷാഫ്റ്റിന് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ ആണ് ഇതിനിവിടെ വരുന്നത്. അതിങ്ങനെ ഇട്ടതിന് ശേഷം അത് പൊന്തിച്ച് കഴിഞ്ഞാൽ അത് ലോക്കായി, പിന്നെ അത് പുറത്തേക്ക് പോരുമില്ല. നമുക്ക് പ്രസ് ചെയ്ത് കണ്ട് അടിക്ക് താത്തി കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടുള്ളൂ. പിന്നെ ഇതിനൊരു അടപ്പ് വരുന്നുണ്ട്, ക്ലോസിങ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യാനും പറ്റും. ഇതിന് സ്ക്രൂ അല്ല, ഇത് ജസ്റ്റ് ലോക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മളുടെ കനോപ്പി വെച്ചാൽ ഉള്ളിൽ കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യും, പുറത്തേക്ക് കാണുമില്ല. അതാണ് ഇതിൻ്റെ ഒരു ഫിറ്റിങ്സ്. ഇങ്ങനെയാണ്. ഞാൻ കൺവേർഷൻ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു കൺവേർഷൻ വീഡിയോ ചെയ്യാൻ തരുന്നത്. ഇനി ഈ കൺവേർഷൻ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ സിംഗിൾ ബോർഡ് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇനി സിംഗിൾ ബോർഡാവും വരാൻ ചാൻസ്. കാരണം ഇത് നല്ലൊരു പെർഫോമൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. വാട്ട്സും കുറച്ച് കുറവാണ്. ഫുൾ സ്പീഡിൽ 28 വാട്ട്സിൻ്റെ താഴേക്കേ വരുന്നുള്ളൂ റെഡി ടു കിറ്റിലൊക്കെ. കൺവേർഷൻ കിറ്റ് ചെയ്യുമ്പോൾ 2 വാട്ട്സ് അധികം എടുക്കും, കാരണം ആ ബോഡി മെറ്റൽ ബോഡിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വാട്ട്സ് കൂടുതൽ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെഗുലേറ്റർ ഡിസ്കണക്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോയിലും നമ്മൾ ഇനി പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. എല്ലാവരും 5 വെക്കുകയാണ്, എന്നിട്ട് റെഗുലേറ്റർ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഫാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ BLDCക്ക് ഒരു കുഴപ്പമുണ്ട്. 4 അഥവാ റെഗുലേറ്റർ 4 വന്നു കഴിഞ്ഞാൽ കടന്നിങ്ങനെ ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഷിവറിങ് ഉണ്ടാവും. അപ്പോൾ അത് കസ്റ്റമർ അതാണെന്ന് പറയില്ല, നമ്മുടെ അടുത്ത് ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് പറയും. റെഗുലേറ്റർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്ക് റെഗുലേറ്റർ 5 കഴിഞ്ഞാൽ റെഗുലേറ്റർ നേരിട്ടാണെന്നുള്ളൊരു ഒരു ചിന്താഗതിയാണ്. പക്ഷെ അത് ശരിയല്ല. റെഗുലേറ്റർ ഇല്ലാതെ തന്നെ കൊടുക്കണം, ഡയറക്റ്റായിട്ട് കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് റെഡി ടു കിറ്റ്. ഇനി നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. സിഫോടെക് ബൈ ഫൈസൽ, സൈനിങ് ഔട്ട്. ബൈ.